ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഗവൺമെൻറ് ഒരു ജില്ലയ്ക്ക് ഒരു ഓഫീസ് വെച്ചിട്ടുണ്ട്. അണ്ടർ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ജില്ലയുടെ തൊടുപുഴയാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി റേറ്റിൽ കുഴൽക്കിണർ കുത്തിത്തരും. ഒത്തിരി വലിയ മെഷീനൊന്നുമില്ല അവിടെ. 4.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഇറക്കാവുന്ന കുഴൽക്കിണറാണ് കുത്തിത്തരുന്നത്. അപ്പോൾ അതിന് ആദ്യമേ നമ്മൾ കൊണ്ടുപോയി അപേക്ഷ വെക്കണം. 500 രൂപ 540 രൂപ സംതിങ് ആണ് അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിന് മുമ്പുള്ള അപേക്ഷകളുണ്ടെങ്കിൽ അതെല്ലാം ഏകദേശം ആക്കിയിട്ടേ നമ്മുടെ പരിഗണിക്കുള്ളൂ. അപേക്ഷ എടുക്കും, പക്ഷെ നമുക്ക് കുത്തിത്തരുന്ന ഡേറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ലൊക്കേഷൻ സ്കെച്ചൊക്കെ വേണം. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് അവർ വിളിച്ചിട്ട് അതിന് പൈസ അടയ്ക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഏകദേശം നമ്മുടെ പ്രദേശം ഏതാണ്, അവിടെ എത്ര അടിക്ക് വെള്ളം കിട്ടും എന്നുള്ളൊരു ഏകദേശ ധാരണയൊക്കെ അവർക്കുണ്ട്. അവർ വന്ന് നോക്കും. അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ചെറിയ ഉപകരണമുണ്ട്, വടക്കം നോക്കി യന്ത്രം പോലെയുള്ള എന്തോ, അതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ചിട്ട് അവർ നോക്കിയിട്ട് അവിടെ കുഴിക്കാൻ പറയും. അപ്പോൾ അവിടെയാണ് നമ്മൾ കുറ്റി വെക്കേണ്ടത്. അപ്പോൾ വേറെ പല ആളുകളുടെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധത്തിൽ അവർ ഇത് കാണുന്നു. ചില ആളുകൾ മോതിരം കറക്കി, പക്ഷെ അണ്ടർ വാട്ടറിന് വേണ്ടിയിട്ടല്ല, അത് സാധാരണ ഓപ്പൺ വെല്ലിന് വേണ്ടിയിട്ടാണ്. മോതിരം കറക്കി നോക്കുന്നുണ്ട് ചിലർ. അങ്ങനെ പലവിധ തേങ്ങയുടെ പ്രയോഗങ്ങളുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഓരോരുത്തരും കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്രത്തോളം ശാസ്ത്രീയ വശം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അണ്ടർ വാട്ടർ ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ സമീപിച്ചതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കൃത്യത ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ധാരണ ഇരുന്ന് ഇങ്ങനെയായിരുന്നു, ഇവരുടെ എന്തോ ഒരു മെഷീനുണ്ട്, തരംഗങ്ങൾ മണ്ണിലൂടെ സഞ്ചരിക്കുന്നത്. മണ്ണിലൂടെ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ കെട്ടുകഴിവ് അനുസരിച്ച് ഇങ്ങനെയായിരുന്നു, ആ മെഷീനിൽ നിന്നൊരു തരംഗം അങ്ങോട്ട് വിടും. അപ്പോൾ അത് വെള്ളത്തിൽ ചെന്നിട്ട്, വെള്ളം എവിടെയാണോ ഉള്ളത് അവിടെ ചെന്നിട്ട് റിട്ടേൺ വരുമ്പോൾ അതിൻ്റെ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യും അവർ. അപ്പോൾ എത്ര ലെന്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആഫ് എടുക്കും. അങ്ങോട്ട് പോയിട്ടാണുള്ള റിഫ്ലക്ഷൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് എൻ്റെ കണക്ക്. എൻ്റെ ധാരണ ഇരുന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു സംഭവത്തിലൂടെയാണ് ഇവരിതിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചിട്ട് നമുക്ക് വെള്ളം കൃത്യതയോട് കൂടി തരുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വെക്കുന്ന സ്ഥാനവും കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കും. അതിൻ്റെ അകത്തൊരു മാറ്റം വരികയല്ല. അപ്പോൾ നമുക്ക് കളിപ്പ് പറ്റത്തില്ല. ഇപ്പോൾ കാരണം വെച്ചാൽ പല ആളുകളും പലയിടത്തും ഇങ്ങനെ ഉള്ള കുഴൽക്കിണർ കുത്തിയിട്ട് 1000 അടി 1700 അടിയൊക്കെ താത്തിയിട്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് വെറുതെ പാഴായി പോകുന്നുണ്ട്. ഒരു വെള്ളവും കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ഊഹം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അണ്ടർ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ചില ഉപകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശാസ്ത്രീയ കൃത്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരെണ്ണം കുത്തി. അപ്പോൾ അത് പക്ഷേ എനിക്ക് വെള്ളം ഇല്ല. നമ്മുടെ ഈ ചുറ്റുപാട് ഒക്കെ ഉള്ള അനുസരിച്ച് ആണ് അവർ കണക്ക് കൂട്ടിയത്. അപ്പോൾ എന്നോട് 22,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. വെള്ളം കിട്ടിയില്ലെങ്കിൽ 10 പൈസ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 22,000 രൂപ 450 അടി വരെയുള്ള താത്താൻ വേണ്ടിയിട്ടാണ് 4.5 ഇഞ്ചിൻ്റെ ഡ്രില്ല് ഉപയോഗിച്ചു. അപ്പോൾ ഞാനത് പൈസ അടച്ചിട്ട് അവർ വരുന്ന ഡേറ്റ് അറിയിച്ചു. ഇവിടെ വന്നു, കുത്താൻ തുടങ്ങി. എൻ്റെ ചുറ്റുപാടിൽ ഒരു 100 മീറ്റർ ചുറ്റളവിലില്ല, ഒരു 160 അടിക്കൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്, ഒരു 100 മീറ്ററിന് ചുറ്റളവിൽ. പക്ഷേ എനിക്ക് അവിടെ വെള്ളം കിട്ടിയില്ല. മണ്ണ് തീരുന്നില്ല. അവർ 100 അടി 110 അടിയൊക്കെ താത്തിന്നാണ് പറയുന്നവർ. എന്നിട്ട് കുഴലിറക്കി വിട്ടു. കല്ലില്ല, പാറ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളമില്ല. അപ്പോൾ എല്ലാ 10 പിന്നെ ഉപേക്ഷിച്ചു. അതിൽ 4,000 രൂപ 2,300 രൂപ എനിക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതിനൊന്നും കിട്ടിയില്ല. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൻ്റെ നഷ്ടം കൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയമായ കൃത്യതയോടുകൂടി ഒരു വെള്ളം കണ്ടുപിടിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ എത്രയും നാളായിട്ട് ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പല ആളുകളും അവരുടെ ഊഹം വെച്ചാണ് പലപ്പോഴും അത് കുത്തുന്നു, ഭാഗ്യത്തിന് കിട്ടുന്നു, ഇങ്ങനെയാണ്. പക്ഷെ നമുക്കത് ഇത്രയും പുരോഗമിച്ച ഒരു ശാസ്ത്രം ഉള്ളപ്പം എന്തുകൊണ്ട് അതില്ല? അത് ഉണ്ടായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട്. അതല്ലെങ്കിൽ പിന്നെ ഈ അണ്ടർ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് അത് ആ ഒരു ഉപകരണം എന്തുകൊണ്ട് സപ്ലൈ ചെയ്യുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതിലൂടെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റി, അതാ വിശ്വസിക്കാൻ പറ്റുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ അവരുടെ ഒരു ഊഹം വെച്ച് പലരും എൻ്റെ ചുറ്റുപാടുള്ള ഒരു 3-4 പേരെ കുഴൽക്കിണർ കെട്ടി അവർക്കെല്ലാം വെള്ളം കിട്ടി. അപ്പോൾ അതിനകത്ത് വലിയ ശാസ്ത്രീയത ഇല്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ശാസ്ത്രീയ കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പോയി അണ്ടർ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് അവരൊന്ന് ഇങ്ങനെയൊക്കെ നോക്കി കുത്തിയതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. അത് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 4 വർഷമാകുമ്പോൾ ഒരു വെള്ളമില്ല ഇതിനകത്ത്. അതേസമയത്ത് ഈ പരിസര പ്രദേശത്തൊക്കെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 50 മീറ്റർ അകലെ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലൊക്കെ അവരടിച്ചിട്ട് അവർക്ക് 30 അടി കഴിഞ്ഞപ്പോൾ മണ്ണ് മാറി പാറയായി അവർക്ക് കിട്ടി. ആ തൊട്ടത്താഴെ ഒരു വീടുണ്ട്. ഇതിൻ്റെ പരിസര പ്രദേശം ഏതാണ്ട് ഒരു 100 മീറ്ററിന് ചുറ്റളവിൽ ഒരു 2-3 കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഇത് വിട്ടിട്ടുണ്ട്. ഇവിടെ മാത്രം ഈ മണ്ണ് തീരുന്നില്ല. അപ്പോൾ അവർക്ക് മണ്ണ് തീരാത്തതുകൊണ്ട് പാറയെ കൊണ്ട് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പൈപ്പ് തീർന്നു പോയതെന്ന് പറഞ്ഞ് ആ പദ്ധതി അവരിവിടെ ക്ലോസ് ചെയ്തു. പൈപ്പ് വെക്കാനും പറ്റിയല്ല. അങ്ങനെ 24,000 രൂപ അങ്ങനെ പോയി. അല്ല, അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇവർ ശാസ്ത്രീയമായിട്ടുള്ള വല്ല കണക്കൂട്ടിലല്ല ഈ ഇതൊക്കെ ചെയ്യുന്നത്. ഏതാണ്ട് യന്ത്രമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറ്റി വെച്ചോളാൻ പറഞ്ഞു. അവിടെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നമ്മളവിടെ തന്നെ കുറ്റി വെച്ച് അങ്ങനെ ചെയ്തു. എന്നാൽ ബാക്കി ഞാൻ ഈ ചുറ്റുപാടുള്ളവരൊന്നും ഇതൊന്നും നോക്കിയില്ല. അവർ ഈ തേങ്ങ കറക്കുന്ന ആളുകളും കമ്പ് കൈപ്പിടിച്ച് കറക്കുന്ന ആളുകളൊക്കെ വെച്ച് അവർ ഏതായാലും അത് കൈകാര്യം ചെയ്തു. അവർക്ക് വെള്ളം കിട്ടി. ഞാനതിനെ ശാസ്ത്രീയ വശമൊക്കെ നോക്കി ഇങ്ങനെ പോയിട്ട് അവസാനം ഈ 24,000 രൂപ പോയതിലാണ്ട് എനിക്ക് വലിയ പറയാനൊന്നും ചെയ്തില്ല. അത് നിങ്ങൾക്ക് കാണാമല്ലോ, അത് കാണുമ്പോൾ അറിയാമല്ലോ ഇതാണ് സംഭവം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ യന്ത്രം ഉണ്ട്. ആ യന്ത്രത്തിൽ നിന്ന് തരംഗങ്ങൾ താഴോട്ട് പോയി വെള്ളത്തിൽ ചെന്നിട്ട് അത് റിട്ടേൺ വരുന്ന സമയം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര അടി ആഴത്തിൽ വെള്ളം ഉണ്ടെന്നുള്ളതാണൊക്കെയാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാമായിരുന്നല്ലോ അവർക്ക്. പക്ഷേ അത് എന്താണെങ്കിലും എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരംഗങ്ങൾ പോയി വെള്ളത്തിൽ ചെന്നിട്ട് റിട്ടേൺ വരുമെന്ന സമയം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ആഴം കിട്ടും, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല സ്ഥിതി. അങ്ങനെ വലിയ യന്ത്രമൊന്നും ഇവർ വന്നപ്പോൾ ഞാൻ കണ്ടുമില്ല.